ഇന്ന് പുതിയൊരു മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ബിജു മേനോനും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ്. ജീതു ജോസഫിന്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയ വലതുവശത്തെ കള്ളന്റെ ആദ്യ ഷോ ഇപ്പോൾ തിയേറ്ററുകളിൽ നടക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയ്ക്ക് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ പകുതിക്ക് തന്നെ ലഭ്യമായിരിക്കുന്നത്. ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ടാണ് വലതുവശത്തെ കള്ളൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ പകുതിയുടെ ആദ്യം തന്നെ ഒരു വൻ പോസിറ്റീവ് നോട്ടോടെയാണ് സിനിമ ആരംഭിച്ചതെങ്കിലും പിന്നെ സിനിമയുടെ ഗ്രിപ്പ് ഒന്ന് താഴെ അല്പം വീഴുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഡീസന്റ് ആദ്യ പകുതിയായിട്ട് സിനിമയുടെ ആദ്യ പകുതി മാറുന്നു. ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്നു എന്നാണ് ജിതു ജോസഫ് സിനിമയുടെ ആദ്യ പകുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്. രണ്ടാം പകുതി മികച്ചു എന്നാൽ ഉറപ്പായിട്ടും വലതുവശത്തെ കള്ളൻ എന്ന തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ വിന്നറായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മിറാഷിന് ശേഷമുള്ള ഒരു കിടിലൻ തിരിച്ചുവരവാണ് നിലവിൽ ജീതുവിൽ നിന്നും ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആവേശത്തോടെ കാത്തിരിക്കൂ വലതുവശത്തെ കള്ളന്റെ മുഴുനീള അഭിപ്രായങ്ങൾ അറിയുവാനായിട്ട്.